ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ബി മീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്ലോഗ് എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. അതിനു മുമ്പായിക്കൊണ്ട് എസ് ബി മീഡിയ എന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒത്തിരി അറിവുകൾ, മൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ഇവയെക്കുറിച്ചുള്ള ഒത്തിരി അറിവുകൾ നിങ്ങൾക്ക് ദിനം പ്രതി എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങളുടെ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബ്ലോഗ് എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതിൻ്റെ പാർട്ട് 3 വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നമുക്ക് എങ്ങനെ ഒരു ഡൊമൈൻ നെയിം വാങ്ങാം. അപ്പോൾ എന്താണ് ഡൊമൈൻ നെയിം എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ, പാർട്ട് 1 പാർട്ട് 2 ഇതൊന്നും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ രണ്ടിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് പാർട്ട് 1 പാർട്ട് 2 കാണുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ എന്താണ് ഡൊമൈൻ എന്ന് ചെറിയൊരു വിവരണം തരാം. അതായത് നിങ്ങൾക്ക് കാണാം www.sbmedia1.com. ഇത് നമ്മുടെ വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് കാണാം www.sbmedia1.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ഡൊമൈൻ നെയിം. ഇതിനെയാണ് നമ്മൾ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഈ ഡൊമൈൻ നെയിം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡൊമൈൻ നെയിമുകൾ. ഇപ്പോൾ ഞാൻ ഈ ബ്ലോഗാണ്, ഇത് നമ്മുടെ എസ് ബി മീഡിയ എന്ന ബ്ലോഗാണ്. ഈ ബ്ലോഗ് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത് ബ്ലോഗറിന്റെ അണ്ടറിലാണ്. നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഡൊമൈനുകളിൽ ഇവിടെ എസ് ബി മീഡിയ www.sbmedia1.blogpost.com എന്ന് കൂടി വരും. അവർ ഫ്രീ ആയി തരുന്ന ഡൊമൈനുകളിൽ അവരുടെ കമ്പനിയുടെ പേര്, നമ്മൾ ഏത് വെബ്സൈറ്റിന്റെ അണ്ടറിലാണോ നമ്മൾ ബ്ലോഗ് അല്ലെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത്, അവരുടെ കമ്പനിയുടെ പേരും കൂടി അതിനകത്ത് ആഡ് ആയിട്ടുണ്ടാവും. അതായത് നമ്മുടെ പേര് മാത്രമായിട്ട് സ്വന്തം വേറെ ഒന്നുമില്ലാതെ www.sbmedia1.com എന്നുള്ളതുപോലെ നമ്മുടെ പേര് മാത്രമായിട്ട് നമുക്ക് ഡൊമൈൻ നെയിം, നമ്മുടെ URL വേണമെങ്കിൽ നമ്മൾ അത് ക്യാഷ് കൊടുത്ത്, ആ നെയിം ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ www.sbmedia1.com നമ്മളിപ്പോൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടില്ല. ഡിഫാൾട്ടായിട്ട് അവർ തരുന്ന ഫ്രീ ഡൊമൈൻ ആണെങ്കിൽ ഇവിടെ www.sbmedia1.blogpost.com എന്നും കൂടി വരും. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു നെയിം, നമ്മുടെ വെബ്സൈറ്റിനുള്ള URL, അതിനെയാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ആ ഡൊമൈൻ നെയിം നമുക്ക് എങ്ങനെ വാങ്ങാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് ക്യാഷ് കൊടുക്കേണ്ടത് വരും. 500, 600, നമുക്ക് ഓരോ പേരിനനുസരിച്ചും അതിന്റെ വിലകളിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് www.com, .net, .in അങ്ങനെ ഒരുപാട് ഡൊമൈൻസ് ഉണ്ട്. അതിന്റെ ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റുകളായിരിക്കും. അപ്പോൾ നമുക്ക് അത് എങ്ങനെ വാങ്ങണം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിനായിട്ട് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. GoDaddy, BigRock, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതിനകത്ത് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് BigRocks ആണ്. ഞാൻ അതിനകത്താണ് ഡൊമൈൻ വാങ്ങുകയും മറ്റും ചെയ്യുന്നത്. സെർവർ വാങ്ങുന്നതും ഡൊമൈൻ വാങ്ങുന്നതും ഞാൻ അതിനകത്താണ്. അപ്പോൾ നമുക്ക് BigRockനകത്ത് എങ്ങനെ നമുക്കൊരു ഡൊമൈൻ വാങ്ങാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. പിന്നെ നമ്മളിപ്പോൾ നിങ്ങൾ ഈ വിൻഡോയിൽ കാണുന്നത് വന്നിട്ട് നമ്മുടെ എസ് ബി മീഡിയ എന്ന വ്ളോഗാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് ഇതുപോലെ എല്ലാം മനോഹരമാക്കാം. നിങ്ങളുടെ ബ്ലോഗും അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതാണ്. നിങ്ങൾ വീഡിയോ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പാർട്ട് 1 പാർട്ട് 2 എല്ലാം നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ, മുമ്പ് പറഞ്ഞല്ലോ, യൂട്യൂബ് ചാനൽ നിർബന്ധമായി കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എനിക്ക് പുതിയ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ്. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നഷ്ടമാകാതെ തന്നെ നിങ്ങളുടെ യൂട്യൂബിനകത്ത് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഒരിക്കലും നിങ്ങൾ മിസ്സാവുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഡൊമൈൻ വാങ്ങാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രൗസറിനകത്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം അവിടെ BigRock എന്നിട്ട് സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ BigRock എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ സെർച്ച് ചെയ്തിട്ടുണ്ട് ഗൂഗിളിനകത്ത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, GoDaddy, അതുപോലെ തന്നെ ഇവിടെ BigRock. ഞാനിവിടെ BigRock ആണ് ചൂസ് ചെയ്യുന്നത്. BigRock എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇതിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. BigRockനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങളിവിടെ ഹലോ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിനകത്ത് പ്രസ് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് താഴ്ഭാഗത്തായിട്ട് കാണാം ക്രിയേറ്റ് എ പാസ്വേഡ്, ക്രിയേറ്റ് എ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ല, അക്കൗണ്ട് ഉള്ളവർക്ക് ഇവിടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് സൈൻ ഇൻ ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ നെയിം, ഇമെയിൽ അഡ്രസ്, പാസ്വേഡ്, അതുപോലെ തന്നെ കൺഫേം, നിങ്ങളുടെ സ്ഥലം, നമ്മുടെ ഇന്ത്യ, സ്റ്റേറ്റ്, സിപ്പ് കോഡ്, മൊബൈൽ നമ്പർ, അഡ്രസ്സ് എല്ലാം ഇവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കുക. ഞാൻ ആൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ ബാക്കോട്ട് വരുന്നുണ്ട്. നമുക്കിവിടെ ഡൊമൈൻ നെയിം സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനും വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. അതിലൂടെ പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഡൊമൈൻ നെയിം സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് ഡൊമൈൻ നെയിം സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീടും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഏത് ഡൊമൈൻ നെയിമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ നമ്മുടെ എസ് ബി മീഡിയ എന്ന് തന്നെ ഞാനിപ്പോൾ അടിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ഇവിടെ കാണാം SB Media എന്ന് അടിച്ച് സെർച്ച് ചെയ്തപ്പോൾ SB Media .online, SB Media .store, SB Media .me, SB Media വെബ്സൈറ്റ് എന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരുപാടായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ എല്ലാം റേറ്റ് നിങ്ങൾ വലത് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നതും കാണാം. അതിനൊക്കെ എത്ര രൂപയാണ്, ഒരു വർഷത്തേക്കുള്ള എത്ര രൂപയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ പുതുക്കണം. ഇവിടെ നിങ്ങൾക്ക് വേറൊന്ന് കാണാം, SB Media .com ഇല്ല, .in ഇല്ല, .net ഒന്നും ഇല്ല. ഇതെല്ലാം ആരോ ആൾറെഡി വാങ്ങി അവർ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അതൊന്നും കിട്ടാത്തത്. അപ്പോൾ നിങ്ങളുടെ പേര് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ .com, .in ഇതൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യുകയാണെങ്കിൽ ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ .com തന്നെ വേണം നിർബന്ധമുള്ളവർ ഏറ്റവും കൂടുതൽ നമ്മൾ .com തന്നെ എടുക്കാൻ നോക്കുക. .com, .net, .in ഇതിലേതെങ്കിലും ഒന്ന് ഏറ്റവും കൂടുതൽ എടുക്കാൻ നോക്കുക. അത് കിട്ടാത്തവർ ഇനിയിപ്പോൾ .com തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പേരിനകത്ത് ഡിഫറൻസ് ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കുക. ഞാനിപ്പോൾ എൻ്റെ പേര് സാദിഖ് ബിസ്മി എന്ന് ഞാൻ അടിക്കുന്നുണ്ട്. പിന്നെ പലർക്കും അറിയില്ല എൻ്റെ പേര് സാദിഖ് ബിസ്മി എന്നുള്ളത് വീട്ടുപേരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ സെർച്ച് ചെയ്ത് നമ്മളിപ്പോൾ സെർച്ച് ചെയ്തത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ സാദിഖ് ബിസ്മി .net അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാം 299 രൂപ ഒരു വർഷത്തേക്ക്. ഇല്ല ഇവിടെ സാദിഖ് ബിസ്മി .com ഉണ്ട്. ഇല്ല 599 രൂപ, 600 രൂപ. അല്ല ഒരു വർഷത്തേക്ക് 600 രൂപ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ .in, .online എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ .com എന്നുള്ളത് വാങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ വാങ്ങാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇവിടെ ആഡ് എന്നുള്ള ഈ ഓപ്ഷനകത്ത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ചെക്കൗട്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ചെക്കൗട്ട് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് കാണുന്നുണ്ട് 996 രൂപ. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ 2 ഇമെയിൽ അക്കൗണ്ടും കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു മാസത്തേക്ക് 49 രൂപയാണ് 2 ഇമെയിൽ അക്കൗണ്ടിന് തരുന്നത്. നിങ്ങൾക്കത് വേണം, ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, ഇല്ലെങ്കിൽ വേണ്ട. നമ്മൾ സാധാരണയായിട്ട് ഒരു ബ്ലോഗ് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ നോർമലായിട്ട് ഒരു ബ്ലോഗ് ഉണ്ടാക്കുകയാണെങ്കിൽ വല്ല ബിസിനസ് എല്ലാം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇമെയിൽ അഡ്രസ്സ് എല്ലാം ഉപയോഗിക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 98 രൂപ വീണ്ടും മൈനസ് ആവും. നമ്മുടെ ഡൊമൈന് വെറും 599 രൂപയേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഓരോന്ന് കൂടെ ആഡായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 599 രൂപയുടെ വീണ്ടും 299 രൂപ ആഡ് ആയിട്ടുണ്ട്. ഇത് എന്തിനാണ് ആഡ് ആയിരിക്കുന്നത്? പ്രൈവസി പ്രൊട്ടക്ഷൻ എനബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനാണ് ഇപ്പോൾ ഈ 299 രൂപ 300 രൂപ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആഡ് ആയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതായത് പ്രൈവസി പ്രൊട്ടക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഡൊമൈൻ്റെ ഡീറ്റെയിൽ, ഈ ഡൊമൈൻ ആരാണ് വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഗൂഗിളിനകത്ത് വന്ന് സെർച്ച് ചെയ്യുകയും മറ്റും ചെയ്താലും ഈ ഡൊമൈൻ ആരാണ് വാങ്ങിയിരിക്കുന്നത് എന്ന് പെട്ടെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ സാധ്യമല്ല. അതെല്ലാം ഇവർ ഹൈഡ് ചെയ്ത് വെക്കും. അതിനാണ് ഈ പ്രൊട്ടക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നോർമൽ ബ്ലോഗ് ഉണ്ടാക്കുന്നവർക്കും മറ്റും ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അവിടെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഇപ്പോൾ ഡൊമൈൻ്റെ നെയിം ഇവിടെ നിങ്ങൾക്ക് താഴെ മാറിയതായിട്ട് കാണാം. 600 രൂപയാണ് ഇപ്പോൾ ഡൊമൈന് മൊത്തത്തിൽ ഒരു വർഷത്തേക്ക് 600 രൂപയാണ് സാദിഖ് ബിസ്മി .com എന്നുള്ളതിന്. അതിനുശേഷം ഇവിടെ പ്രോസസ് ടു പേയ്മെന്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് റോക്ക് അക്കൗണ്ട് ഉള്ളവർ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ഇവിടെ സൈൻ ഇൻ ചെയ്യുക. ഇല്ലാത്തവർ അവരുടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിനകത്ത് പ്രസ് ചെയ്യുക. അത് നമ്മൾ മുമ്പ് ചെയ്തല്ലോ, മുകളിൽ പോയിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് അങ്ങനെ എടുക്കണം എന്നില്ല. ഇവിടെ തന്നെ നമുക്ക് ഡൊമൈൻ ഫസ്റ്റ് തന്നെ സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ വരാം. അല്ലെങ്കിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഡൊമൈൻ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് യൂസർ നെയിം സൈൻ ഇൻ ചെയ്യാനോ പാസ്വേഡോ ഒന്നും ചോദിക്കില്ല. ഡയറക്റ്റ് നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിരിക്കും വരിക. പേയ്മെന്റ് ആഡ് ചെയ്യാനും നമ്മുടെ ATM ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. ഞാനിപ്പോൾ ഇവിടെ സൈൻ ഇൻ ചെയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ഞാനിപ്പോൾ സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. നിങ്ങൾക്കിവിടെ കാണാം മാസ്റ്റർ കാർഡ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാർഡിൻ്റെ ലാസ്റ്റ് അതിൻ്റെ കാർഡ് നമ്പറും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഞാൻ ആൾറെഡി മുമ്പ് തന്നെ ഞാനിപ്പോൾ 2-3 ഡൊമൈൻസ് വാങ്ങിയത് കൊണ്ട് ഞാൻ എൻ്റെ ATM കാർഡ് ഇതിനകത്ത് ആഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഡിഫാൾട്ടായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ പുതിയതായി തുടങ്ങുന്നത് കൊണ്ട് അങ്ങനെ വരില്ല. നിങ്ങൾക്ക് ATM കാർഡും മറ്റും ഡീറ്റെയിലും ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. അത് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ATMൻ്റെ നമ്പറും അതുപോലെ തന്നെ ബാക്കിലുള്ള 3 ഡിജിറ്റൽ നമ്പറും അതുപോലെ തന്നെ ATMൻ്റെ പാസ്വേഡും ആഡ് ചെയ്തതിന് ശേഷം ബൈ നൗ എന്ന് കൊടുത്താൽ നിങ്ങളുടെ ATMിൽ നിന്ന് പൈസ പോവുകയും നിങ്ങളുടെ ഈ ഡൊമൈൻ നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് കയറിയിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഡൊമൈൻ ഞാൻ വാങ്ങുന്നില്ല. ആൾറെഡി 2-3 ഡൊമൈൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഡൊമൈൻ വാങ്ങുന്നില്ല.
നിങ്ങൾക്ക് ഇനി ഡൊമൈൻ വാങ്ങിയാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാവുക, അത് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളതിന് നോക്കുക. നിങ്ങൾ ആദ്യം പേ ചെയ്യുക. പേ ചെയ്യുന്നതിന് ശേഷം ഞാനിപ്പോൾ വീണ്ടും ബിഗ് റോക്ക് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. സൈൻ ഇൻ ചെയ്ത് നിങ്ങൾക്ക് കാണാമല്ലോ അവിടെ ഇപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ ഈ സാധിക്കെന്ന് കാണിക്കുന്ന ഇതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. നിങ്ങളുടെ മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ മൈ അക്കൗണ്ട് എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇതാണ് നിങ്ങളുടെ ബിഗ് റോക്ക് അക്കൗണ്ടിന്റെ ഡാഷ്ബോർഡ്. ഇതിനകത്ത് നിങ്ങൾ വാങ്ങിയ ഡൊമൈനുകളും മറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ ഞാൻ വാങ്ങിയ ഡൊമൈൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഞാൻ വാങ്ങിയ ഡൊമൈൻ അറിവുകൾ.net, അതുപോലെ തന്നെ spmedia1.com എന്നുള്ള 2 ഡൊമൈൻ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൊമൈൻ ഇതുപോലെ നിങ്ങളുടെ ഈ ഡാഷ്ബോർഡിനകത്ത് നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ ഈ ഡൊമൈൻ്റെ എക്സ്പയറി ഡേറ്റ് കൊണ്ട് മെയ് 7, 2017 ഈ ഡൊമൈൻ കഴിയും. അപ്പോൾ വീണ്ടും പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഞാൻ ഓട്ടോമാറ്റിക് ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നിങ്ങൾക്ക് കാണും ഓട്ടോമാറ്റിക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ആ ബാങ്കിൽ നിന്ന് തന്നെ 1 വർഷം കഴിയുമ്പോൾ അവർ പൈസ എടുക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡൊമൈൻ നെയിമിനെ നമ്മൾ ബ്ലോഗുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ നമുക്കത് എങ്ങനെ ലിങ്ക് ചെയ്യാം, ഈ ഡൊമൈൻ നെയിം എങ്ങനെ നമ്മുടെ ബ്ലോഗുമായിട്ട് ലിങ്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ പാർട്ട് 4 നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.